സോ വൺസ് അഗെയിൻ വീണ്ടും വെൽക്കം. അതൊന്നും വേണ്ട. ടെക്നോളജി ആൻഡ് ബിസിനസ്. ടെക്നോളജി ആൻഡ് ബിസിനസ് ആണ് പിന്നെ അടുത്ത് നോക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ വെഹിക്കിൾ ഫോർ ഇൻട്രൊഡ്യൂസിങ് വൺ മൾട്ടിപ്പിൾ ടെക്നോളജീസ് ടു എ ടെക്നോളജി സൊസൈറ്റി. അപ്പോൾ ഓർഗനൈസേഷൻ നമുക്ക് ടെക്നോളജി സൊസൈറ്റിയിലേക്ക് പലതരത്തിലുള്ള ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളായിട്ട് വിചാരിക്കുക. സോ അപ്പോൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബസ്സാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബസ്സാണെങ്കിൽ ആ ബസ്സിൽ നിന്നിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് ഇറക്കുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ ഓരോ ആൾക്കാരാണ് ടെക്നോളജി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടെക്നോളജി സൊസൈറ്റിക്ക് ഇറക്കി വിടുകയാണെന്ന് വിചാരിക്കുക. സോ അതിൻ്റെ ഗോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ എന്താണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നതാണ്. സോ ടെക്നോളജി പല ലെവലിൽ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് വെരി ബേസിക്കും പിന്നെ ഒന്ന് വളരെ ഹൈ എൻഡിലും. സോ സൂപ്പർ ഹൈ ടെക്നോളജി തൊട്ട് ബേസിക് ടെക്നോളജി സൂപ്പർ ഹൈ ടെക്നോളജി വരെയുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. നമുക്ക് ചുറ്റും നിറച്ചുണ്ട്. സോ എന്തൊക്കെയാണ് പലതരത്തിലുള്ള സൂപ്പർ ഹൈ ടെക്നോളജീസ് പോലത്തെ ബേസിക് വൺസ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം കമൻറ്റ് ചെയ്യുക. ദ ഓർഗനൈസേഷൻ ക്യാൻ ബി നോൺ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. സോ ഇത് ബോത്ത് ടൈപ്പ് ആർ കൺസിഡർഡ് പ്രൊഡക്ഷൻ ഓർഗനൈസേഷൻ. ഒരു റിസോഴ്സിനെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസായി കൺവേർട്ട് ചെയ്യുന്നതും ഒരു തരത്തിലൊരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. സോ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, നമ്മുടെ ചുറ്റുള്ള നാച്ചുറൽ റിസോഴ്സസ്, വിൻഡ്, വാട്ടർ, പിന്നെ ട്രീസ്, മരങ്ങൾ കട്ട് ചെയ്തിട്ടുള്ള സംഭവം, ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ പല റിസോഴ്സസ്. വേറെ എന്തെങ്കിലും റിസോഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. Technology and business. The pool of knowledge available to society is a major source for creating business enterprises. നമുക്ക് ചുറ്റും ഞാൻ പറഞ്ഞു, നോളജ് നമുക്ക് അവൈലബിൾ ആയുള്ള നോളജ് അനുസരിച്ചാണ് സൊസൈറ്റിക്ക് നമ്മളൊരു എന്താ പറയുക ബിസിനസ് എൻ്റർപ്രൈസസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ഏറ്റവും മേജർ സോഴ്സ്. സോ ടെക്നോളജി കോൺട്രിബ്യൂഷൻ എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമല്ല, പക്ഷേ എന്തുമാത്രം പൊട്ടൻഷ്യലാണ് നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതും കൂടിയാണ് ടെക്നോളജിയുടെ കോൺട്രിബ്യൂഷൻ. അതൊരു നമ്മുടെ വലിയൊരു പോസിബിലിറ്റീസിനെയാണ് റിയാലിറ്റീസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ടെക്നോളജി ആൻഡ് എക്സിസ്റ്റ് ഇൻ എ ബിസിനസ് ആർ ദ ടെക്നോളജി ആസെറ്റ്സ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിലുള്ള ഒരു ടെക്നോളജി അത് ബിസിനസ്സിൻ്റെ ഒരു ആസെറ്റാണ് ശരിക്കും പറഞ്ഞത്. ഒന്നെങ്കിൽ ഇത് ഹാർഡ്വെയർ ആയിരിക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ബ്രെയിൻവെയർ ആൻഡ് നോ ഹൗസ്, ഈ നാല് സാധനങ്ങളായിരിക്കാം ആസെറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് കൂടുതലൊരു കളക്റ്റീവ് നോളജും ഒരു ടെക്നിക്കൽ ക്യാപ്പബിലിറ്റീസും ആണ് കാണിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ലാർജ്ലി ക്യാപിറ്റൽ എത്ര വേണം അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടായി, ലാൻഡ്, ബിൽഡ്, എക്യുപ്മെന്റ്, ഇൻവെർട്ടർ, അതിനനുസരിച്ചായിരുന്നു ഒരു പൊട്ടൻഷ്യൽ, ഒരു കമ്പനിയുടെ പൊട്ടൻഷ്യൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല, ആ നോളജും ടെക്നോളജി അനുസരിച്ചാണ് നോക്കുന്നത്. സോ ടെക്നോളജിയാണ് കൂടുതൽ കമ്പനിക്ക് വാല്യൂ നല്ല വാല്യൂഷൻ കൊടുക്കുന്നത്. സോ ടെക്നോളജി സൈസ് ആൻഡ് കമ്പനീസ്, പീപ്പിൾ ആൻഡ് ടെക്നോളജി സിസ്റ്റം. പല കമ്പനി എന്ന് വെച്ചാൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻഫോസിസ് പോലുള്ള കമ്പനി കൂടുതലും ഇന്റർനെറ്റ് ബേസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, നമുക്ക് പുതിയ നോളജ് കിട്ടി, ആ നോളജ് വെച്ചിട്ട് അവർ അത് ചെയ്യുകയാണ്. സോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും കാരണം നമുക്ക് കിട്ടിയ അത്ര ഒരു ലെവൽ ഓഫ് നോളജ് ആണ്. പറഞ്ഞില്ലേ, ഗൂഗിൾ ഫൗണ്ട് ഔട്ട് ചെയ്ത ലാരി പേജ് ആൻഡ് സെർഗി ഗ്രീൻ ജനുവരി 1996. ഇന്റർനെറ്റ് സെർച്ച്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അഡ്വർടൈസിംഗ് ടെക്നോളജീസ് ആണ് അവർക്ക് മെയിൻ സോഴ്സ് ആയി കൊടുത്തത്. അതിൽ അവർ ആദ്യം റവന്യൂ ചെയ്ത് അഡ്വർടൈസിങ്ങിലൂടെയാണ്. പിന്നെ ഫേസ്ബുക്ക് വന്നു, അത് അവരൊക്കെ ഓരോരോ സർവീസസ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ചെയ്യുന്ന സർവീസ് ഇതാക്കി. സോ അതൊരു ആ സമയത്ത് നമുക്കൊരു എന്താ പറയുക പുതിയ നോളജ് ആയിരുന്നു. ആ നോളജ് അവർ റിയാലിറ്റി ആക്കി മാറ്റി. ദാറ്റ്സ് ഇറ്റ്, അതാ അവർ ചെയ്തുള്ളൂ. അങ്ങനെ പല കമ്പനീസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ തോന്നുകയാണെങ്കിൽ അത് മാക്സിമം കമൻറ്റ് ചെയ്യുക, എന്നിട്ട് അത് എഴുതാൻ നോക്കുക. നെറ്റ് വാല്യൂ ഓഫ് company resides in the technology and people. Their physical assets are relatively insignificant and the real value of company due to maturity to the technology growth is huge. ഒട്ടിപ്പിയുടെ അങ്ങനത്തെ കമ്പനികളിൽ പക്ഷെ വരുന്നൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ എഡ്ജ് ആവും. ടെക്നോളജി എഡ് ഓവർ എന്ന് വെച്ചാൽ കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മളുടെ അറ്റത്ത് പോയി നിൽക്കരുത്. എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് ഇല്ല, അല്ലെങ്കിൽ അഡ്വാൻസ്മെന്റ് അല്ലാതെ വേറൊരു സ്റ്റെപ്പ് അഡ്വാൻസ്മെന്റ് ആണ് നമ്മൾ ബേസിക്കലി നോക്കേണ്ടത്. പക്ഷെ എന്താ പറയുക, നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് അങ്ങനെ. ഇപ്പൊ നോക്കിയ എന്തുണ്ടായി, നോക്കിയക്ക് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് വാല്യൂഷൻ പോയി പെട്ടെന്ന്. കാരണം അവർക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ്മെന്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ആ സമയത്ത് വന്നില്ല. പിന്നെ അതുപോലെ തന്നെ പല കമ്പനീസ്, അത് നമുക്ക് തന്നെ അറിയാവുന്നുള്ളൂ. ചാൻസ് ഓഫ് സസ്റ്റൈനിങ് success depends the skills on its management team in managing the technology based business. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഹയർക്കിയാണ്. Cognitive knowledge or know what. This is basic master of discipline. It is essential but insufficient for commercial success. Advanced skill, system understanding, self-motivated creativity.
പിന്നെ പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ടെക്നോളജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ടെക്നോളജി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ആദ്യം നമുക്ക് പറയാം ന്യൂ ടെക്നോളജി. ടെക്നോളജി എന്ന് വെച്ചാൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു ടെക്നോളജി വിച്ച് അഫക്ട്സ് ഓർഗനൈസേഷൻ പ്രൊഡക്റ്റ് സർവീസ്. ഒരു എക്സാമ്പിൾ വൈസ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിരിക്കുക. സോ അത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഡെവലപ്പ് ചെയ്യാനും അത് മാനുവലായിട്ട് ഡ്രോയിങ്ങിനെ റീപ്ലേസ് ചെയ്യും. അതാണ് പറഞ്ഞത്, ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗത്തിനെ എഫക്ട് ചെയ്യും. പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ വെബ്സൈറ്റ് നമ്മൾ മാർക്കറ്റ് ദ കമ്പനീസ് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ന്യൂ ടെക്നോളജിയുടെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ടെക്നോളജി പുതിയതാവണമെന്നില്ല, പക്ഷെ ആകെ കൂടി കമ്പനിക്ക് മാത്രം പുതിയതായി കഴിഞ്ഞാൽ അത് ന്യൂ ടെക്നോളജി. സോ ന്യൂ ടെക്നോളജി ഹാസ് എ പ്രൊഫൗണ്ട് ഇമ്പാക്ട് ഓൺ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി കൂട്ടും. പിന്നുള്ളതാണ് എമർജിംഗ് ടെക്നോളജി. എമർജിംഗ് ടെക്നോളജി വെച്ചാൽ ഫുള്ളി കൊമേഴ്ഷ്യലൈസ് ആയില്ല, പക്ഷെ 1-5 വർഷങ്ങളുടെ ഉള്ളിൽ അത് ഇതായി വരും. ഇപ്പോൾ കറൻ്റ്ലി വളരെ ലിമിറ്റഡ് യൂസ് ആയിരിക്കും. ഇപ്പോൾ എന്തായിരിക്കും അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ള AI, ഇൻക്ലൂഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, നാനോ ടെക്നോളജി, സൂപ്പർ കണ്ടക്റ്റീവ്, വെർച്വൽ റിയാലിറ്റി. പറഞ്ഞല്ലോ വെർച്വൽ റിയാലിറ്റി ഇപ്പോൾ ആപ്പിൾ വിഷൻ പ്രോ നമ്മൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് അത് ബീറ്റ വേർഷനിലാണ് ഇപ്പോഴും. അത് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. സോ അങ്ങനെ ഒരു ഇതാണ് എമർജിംഗ് ടെക്നോളജീസ്. പൊട്ടൻഷ്യൽ ട്രിഗറിങ് ലാർജ് ചേഞ്ചസ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സൊസൈറ്റി ഇറ്റ്സെൽഫ്. സൊസൈറ്റിയിൽ ചേഞ്ച് ഉണ്ടാക്കാതിരിക്കുക സംഭവം വളരെ വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോണത്. സിംപ്ലി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചേഞ്ചാണ്. കുറെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള പിള്ളേരിന്ന് പോകുന്നത് ഫോൺ നോക്കിയിരുന്ന പിള്ളേർ ഒരു കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കണ്ണിൽ വെച്ചിട്ട് പോകണ്ടാവുക ചിലപ്പോൾ, മേ ബി. പിന്നുള്ളതാണ് സസ്റ്റൈനബിൾ ടെക്നോളജി. സസ്റ്റൈനബിൾ ടെക്നോളജി വളരെ നല്ലൊരു ടെക്നോളജിയാണ്. കാരണം നമ്മൾ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. വേറെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ചെയ്യുന്ന ഭാഗം നോക്കുമ്പോൾ ആ ഭാഗം മാത്രം നമ്മുടെ ഫോക്കസിലേക്ക് നമുക്ക് ഷോക്കേസ് ചെയ്യുള്ളൂ. അതിന് പിന്നിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് നമ്മുടെ എൻവയോൺമെന്റിനെയും നമ്മുടെ വേൾഡിനെയും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ അവിടെ വരുന്ന ഒരു സംഭവമാണ് സസ്റ്റൈനബിൾ ടെക്നോളജി. സസ്റ്റൈനബിൾ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീറ്റ് ആവാതെ പോകാനും ഒപ്പം തന്നെ എൻവയോൺമെന്റിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നതാണ് സസ്റ്റൈനബിൾ ടെക്നോളജി. എനി ടെക്നോളജി ദാറ്റ് ഹെൽപ്പ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദി ഫ്യൂച്ചർ. കാരണം ഫ്യൂച്ചറിൽ ഇതും ആവശ്യകതയാണ്. നമുക്ക് കുറേ എന്താ പറയുക റിസോഴ്സ് ഉണ്ടായാലും വളരെ അഡ്വാൻസ് ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്മെന്റ് ചെയ്തു AI വെച്ച് നമുക്ക് ജീവിതം വളരെ സിമ്പിൾ ആയി പറഞ്ഞിട്ട് കാര്യമില്ല. ബേസിക് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നമുക്കുള്ള റിസോഴ്സസ് ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ ഹെൽത്തും പല കാര്യങ്ങളും ബാധിക്കും. സോ അതാണ് സസ്റ്റൈനബിൾ ടെക്നോളജി. യൂസ് ഓഫ് ക്ലാസ് ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് ക്യാൻ പ്രൊമോട്ട് സസ്റ്റൈനബിൾ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ റിസോഴ്സ് മാനേജ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന ടെക്നോളജി എന്ന് വെച്ചാൽ സൺലൈറ്റ് എന്ന് വിൻഡ് എനർജി ഹാർനസ് ചെയ്യുന്നത്, വിൻഡ് പവർ, ടൈഡൽ പവർ, തെർമൽ. സോ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. കാരണം ഇത് ഹ്യൂമൻ്റെ സർവൈവലിനും അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് ഇനി വരാൻ പോകുന്ന ജനറേഷന് വേണ്ടിയിട്ട് നല്ലത് മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്ന ടെക്നോളജിയാണ് സസ്റ്റൈനബിൾ ടെക്നോളജി. പിന്നെയുള്ള ഹൈ ടെക്നോളജി അല്ലെ ഹൈടെക്. നമ്മൾ ജസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഹൈടെക് എന്ന് വരുന്നുള്ളത് റെഫേഴ്സ് ടു അഡ്വാൻസ് അല്ലെങ്കിൽ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണ് അത് എന്താ പറയുക ചെയ്യണമെങ്കിൽ. ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്, സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ISRO, സിംപ്ലി ISRO. ടെക്നോളജി ഈസ് ചേഞ്ചിങ് ആസ് ഫാസ്റ്റ് റേറ്റ് rather than വേറൊരു ഇൻഡസ്ട്രിയിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് റേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യും. പല പുതിയ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ വന്നാൽ ഇത് നല്ല ഹൈ റേറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ അഡ്വാൻസ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ റോബോട്ടിക്സ്, AI അതൊരു കോമ്പറ്റീഷൻ ആണ് ബേസിക്കലി. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ വേണ്ട, പിന്നെ അത് ഇൻറ്റഗ്രേഷൻ ആയി തുടങ്ങി ഇപ്പോൾ തന്നെ. ഇറ്റ്സ് എ ഹൈ ലെവൽ ഓഫ് റീസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതൊക്കെയാണ് ഒരു ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ നാനോ ടെക്നോളജി ഹൈ ടെക്നോളജിയിൽ വരുന്നതാണ്. എമർജിങ് ആണ്, പക്ഷെ വളരെ ഹൈടെക് ആയിരിക്കും. നാനോ കമ്പ്യൂട്ടിങ് ആ സംഭവങ്ങളൊക്കെ. അതിന് ഇറ്റ് ഹാസ് എ പൊട്ടൻഷ്യൽ ടു യൂസ് ടെക്നോളജി ഫോർ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഇസ് ത്രെറ്റൻഡ് ബൈ ദ എമർജൻസ് ഓഫ് കോമ്പീറ്റിംഗ് ടെക്നോളജി പറഞ്ഞ പോലെ. പിന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, നാനോ മെഷീൻസ്, ന്യൂറോ നെറ്റ്വർക്ക്സ് ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. പിന്നെ ന്യൂറോ ടെക്നോളജി refers to technology that has permeated large segments of human society. എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ അത്യാവശ്യം ഈ സംഭവമൊക്കെ ഇത് ഇൻഡസ്ട്രീസ് വളരെ നല്ല ക്യാരക്ടറിസ്റ്റിക്സിനും കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ഇത് വളരെ ലോ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻസ് ഒപ്പം തന്നെ സ്കില്ല് കുറഞ്ഞ ആൾക്കാരായിരിക്കും ഇത് ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഉപയോഗിക്കേണ്ടതല്ല. അങ്ങനെയാണ് ആ സംഭവം. സോ മാനുവൽ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക് ഓപ്പറേഷൻസ്. സോ അങ്ങനത്തെ എക്സാമ്പിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാന്നുള്ളൂ. പക്ഷേ വളരെ ലോ ലെവൽ ഓഫ് റീസർച്ച് എക്സ്പെൻഡിച്ചർ ആണ് അതിലേക്ക് പോകേണ്ടതുള്ളൂ. അധികം റീസർച്ച് ചെയ്യുന്നുണ്ടാവില്ല. ബേസ് യൂസ് ടു സ്റ്റേബിൾ വിത്ത് ലിറ്റിൽ ചേഞ്ച്, കുറച്ച് ചേഞ്ച് ആവുള്ളൂ. പ്രൊഡ്യൂസ് മോസ്റ്റ്ലി ഓഫ് ദ ടൈപ്പ് ദാറ്റ് സാറ്റിസ്ഫൈ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി. അത്ര ഉള്ളൂ.
median technology. So median technology comprises a wide set of technologies that fall between high and low technology. ഹൈ ടെക്നോളജി എടുത്ത് പറഞ്ഞ് നമ്മൾ ലോ ടെക്നോളജി പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടെക്നോളജീസ് ആണ് മീഡിയം ടെക്നോളജി. മാച്ചുവർ ടെക്നോളജി ദാറ്റ് ആർ മോർ അമെൻഡബിൾ ദാൻ അതർ ടെക്നോളജി ട്രാൻസ്ഫർ. കൂടുതലും മെച്യൂർ ആയിട്ടുള്ള ടെക്നോളജീസ് അത് ബാക്കിയുള്ളതനുസരിച്ച് എന്താ പറയുക ട്രാൻസ്ഫർ റേറ്റ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ വളരെ ഹൈ ആവില്ല, വളരെ ലോ ആവില്ല, അങ്ങനത്തെ ഒരു ടെക്നോളജി ബേസിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് മീഡിയം ടെക്നോളജി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി, റേഡിയോ, പക്ഷേ സാറ്റലൈറ്റ് റേഡിയോ ആണോ അല്ല, പക്ഷേ റേഡിയോ, ടെലിവിഷൻ, HD TV അല്ലെങ്കിൽ വളരെ സ്മാർട്ട് TV ആണോ അല്ല, ബട്ട് ടെലിവിഷൻ, ആ ഒരു സംഭവമാണ് മീഡിയം ടെക്നോളജി. പിന്നെ ഉള്ളതാണ് appropriate technology. Is used to indicate a good match between the technology utilized and the resources required for its optimal use. നമ്മളിത് യൂട്ടിലൈസ് ചെയ്യുന്ന ടെക്നോളജി, അപ്പോൾ തന്നെ നമ്മൾ ഇതിന് വേണ്ടി ഈ ടെക്നോളജി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നിരിക്കാം. സോ അതിൻ്റെ രണ്ടിനും തമ്മിലുള്ള നല്ലൊരു മാച്ച്, അപ്പോൾ നല്ലൊരു ബാലൻസും കീപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് appropriate technology. അപ്പോൾ ഇത് ഏത് ലെവലിൽ വേണമെങ്കിൽ ലോ ആവും, മീഡിയം, ഹൈ ആവും. പക്ഷേ ഇതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ടെക്നോളജി when there is a lack of necessary infrastructure or skilled person. ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലോ അതോ ഒരു കമ്പനിയിലോ ഇതിന് ആവശ്യമുള്ള അത്രയധികം കഴിവ് അവിടെ ഇല്ലെങ്കിൽ, അതോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നതിലൂടെ ആ സ്ഥലത്ത് അത് appropriate ആയിട്ടുള്ള ടെക്നോളജി അതാണ്, ആ ഒരു ടെക്നോളജിയാണ്, അതിനാണ് appropriate technology എന്ന് പറയുന്നത്. Utilizing the appropriate level of technology results in better use of labor resources and better production efficiency. So don't use expensive or sophisticated event. സിമ്പിൾ ആയിട്ടോ അല്ലെങ്കിൽ അതെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക സിമ്പിൾ അപ്പം ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ടെക്നോളജി മാത്രമാണ് നമുക്ക് ഒരു സ്ഥലത്ത് ആവശ്യകതയുള്ളൂ. അപ്പം അതിന് നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വേസ്റ്റ് ആണ്, കുറേ പൈസ പോവും. പിന്നെ എന്താ പറയുക കുറേ ആൾക്ക് വീണ്ടും ട്രെയിൻ ചെയ്യാൻ വേറെ പൈസ പോവും. അപ്പം അതിന് പകരം ആ സിമ്പിൾ ടെക്നോളജി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടന്നു പോകും. ആ ഒരു സംഭവമാണ് appropriate technology. പേപ്പർ ആൻഡ് പെൻ ഇൻസ്റ്റെഡ് ഓഫ് എ PDA. സിമ്പിൾ സംഭവം. പിന്നുള്ളതാണ് ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ. സോ ടെക്നോളജി ആൻഡ് കോമ്പറ്റീഷൻ നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മാക്സിമം നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ.